നമുക്ക് നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് അവർക്കിപ്പോൾ ചിലപ്പോൾ ക്രാഫ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുണ്ടാവും. പക്ഷെ ചിലപ്പോൾ പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വാങ്ങാൻ ചിലപ്പോൾ അവർ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. എന്നാൽ നല്ല മനോഹരമായ ഫ്ലവറാണ്. എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് വേണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ ഇത് ടിപ്പ് ടൈം ആണ്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ പറയുന്നുണ്ടാവില്ലേ? അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക, മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്, കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. ഈ കുറ്റവും കുറവും പറയുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഒരു നേരം പോകുന്നതെന്നല്ലാതെ വേറെ ലാഭങ്ങളൊന്നുമില്ല. പക്ഷെ ദോഷങ്ങളുണ്ട് താനും. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കുറ്റം എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവാണല്ലോ. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് നഷ്ടം? നമ്മളുടെ ബോഡിയിലും ഈ നെഗറ്റിവിറ്റിയുടെ ചെറിയ ചെറിയ അംശങ്ങൾ കയറിക്കൂടും. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരാളോടായിരിക്കുമല്ലോ നമ്മൾ പറയുന്നുണ്ടാവുക, അപ്പോൾ അവരുടെ നെഗറ്റിവിറ്റിയും നമ്മളുടെ നെഗറ്റിവിറ്റിയും ഒക്കെ അവിടെ ഇങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മളുടെ ചുറ്റുമുള്ള പോസിറ്റീവ് വലയെത്തിയത് വീക്കാക്കാണ് ചെയ്യുക. അതുകൊണ്ട് ഇനി മുതൽ ആരെ പറ്റി അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. എല്ലാവരെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമോ? അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള പോസിറ്റിവിറ്റിക്ക് കുറച്ചുകൂടെ എനർജിയും ശക്തിയൊക്കെ കൂടും. നല്ല ഹാപ്പി ആയിരിക്കാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കും. ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മളുടെ ആരോഗ്യത്തെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പോൾ ചുറ്റും പോസിറ്റിവിറ്റി നിറയ്ക്കുക. ഓക്കെ, ഇനി ടിപ്പാണ്, എന്നാൽ അതൊരു വലിയ ടിപ്പാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ചുറ്റും പോസിറ്റീവിൻ്റെ വലയങ്ങൾ മതി അല്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായി കാണുന്നത് വരെ ബൈ ബൈ.